ഈ 45-ാമത്തെ വയസ്സിലാണോ വലിയ ഇനി നിങ്ങൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നത്? എനിക്കറിയില്ല മോളെ, അത് കോയമ്പത്തൂർ പോകണ്ടേനു. അപ്പം തുടങ്ങി നെഞ്ചിടിപ്പ. ഇനിയിപ്പം എന്താ ചെയ്യാ? പറ്റൂല എന്ന് പറയണോ? ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. റംഷാദിനോട് ഞാൻ വാക്ക് കുറവ് കൊടുത്തുമില്ലേ. ആരാ എന്താന്നല്ല അറിയാണ്ട് എങ്ങനെയാ വലിക്ക? എനിക്ക് റംഷാദിന് നല്ലോണം അറിയാം. ഓൻ എൻ്റെ പേര് ദുബൈയിൽ കുറേ കാലം ഉണ്ട്. ഓൻ നാട്ടിൽ വന്നിട്ട് ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊന്നും എനിക്ക് സുഖമില്ലുണ്ടായി. അപ്പൊ ഈ റംഷാദും കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ കാണുമ്പോഴേ ഭയങ്കര ബാധ്യതയായിരുന്നു എനിക്ക്. ഓൻ്റെ ഉമ്മയും ഉപ്പയും കുറി നടത്തി പൊട്ടിയിട്ട് ആത്മഹത്യ ചെയ്തതാണ്. ആ സമയത്ത് കടബാധ്യതയെല്ലാം ഓൻ ഏറ്റെടുത്ത് കടയെല്ലാം വീട്ടി. ഓനിക്കൊരു വാശിയുണ്ടായിരുന്നു, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഓൻ്റെ വിധി അങ്ങനെയായിരിക്കും. അടുത്ത ആഴ്ച നിങ്ങളെയും കൂട്ടിയിട്ട് പോകാമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അടുത്ത ആഴ്ച നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. വലിയ ചടങ്ങുകളൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന്. നമ്മളെ നിലയും പേരും നോക്കണ്ടേ? ഏതോ ഒരു കുട്ടീനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. എന്തായാലും എടിപിടി എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കണ്ട. ശരി, നീ വാ, എനിക്ക് ക്ഷീണമുണ്ട്, ഞാൻ കുളിച്ചിട്ടൊന്ന് കിടക്കട്ടെ. നീ എന്തെങ്കിലും ഒന്ന് പറയാൻ്റെ ചുമേനാ. ഞാൻ എന്ത് പറയാനാ? മൂപ്പര് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടല്ലേ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. എങ്ങനെയെങ്കിലും ബെല്ലിക്കാന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കണോ? എന്ത് പറയാ, ആയ കാലത്ത് നമ്മളെ നല്ലോണം നോക്കിയില്ലേ, നമ്മളെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചില്ലേ. ഞമ്മക്ക് എന്തൊരു ആവശ്യം പറഞ്ഞാലും അപ്പൊ അത് നിറവേറ്റി തരുന്നില്ലേ. അതല്ല ഇപ്പൊ നിക്കൂ. കല്യാണം കഴിഞ്ഞാണ്ടല്ലോ മോളെ, ഇക്കാനോള് മാറ്റിയെടുക്കൂ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. ആരൊക്കെ വന്നാലും പോയാലും ഞമ്മള് പറഞ്ഞുകൊടുത്തേ ഞമ്മളൊക്കെ നിൽക്കും. അതെനിക്ക് ഉറപ്പാ. അത് നമുക്ക് കാണാം. നീയോളെ കണ്ടിട്ടില്ലല്ലോ, ഭയങ്കര സുന്ദരിയാന്ന്. ഓ, അത് ശരി. അപ്പൊ നീ കണ്ടാ? പിന്നെ മൊബൈലിൽ ഫോട്ടോ അടക്കം എടുത്തിട്ട് വന്നിട്ടില്ലേ? അപ്പൊ മൂപ്പർക്ക് ഇഷ്ടമായിട്ട് തന്നെയല്ലേ? യെസ്. എന്നാലും എങ്ങനെ ഇങ്ങനെ ഒരു വയ്യാവേലി? അതൊന്നും എനിക്കറിയില്ല. അവരിനി എന്തെങ്കിലും കൈവശങ്ങാനം കൊടുത്തിനോന്ന് എന്റെ സംശയം. പിന്നെ അനാഥാലയത്തിലാണല്ലോ കൈവശം. വയസ്സായപ്പോ അതിനൊരു കല്യാണമൊക്കെ കഴിച്ച് കൂടിയാലാന്നാണ് തോന്നിയിട്ടുണ്ടാവേ. ഇതിപ്പോ ഇതൊരു ചെറിയൊരു കാരണമായിരുന്നു മാത്രം. ഇത്ര നാളും നമുക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ. ഇനിയിപ്പൊ അതങ്ങ് ജീവിക്കട്ടെ. നീ ഇതെന്തറിഞ്ഞിട്ടാ ജുമേന പറയുന്നത്? എണീ, ഈ കല്യാണം നടന്നാ പിന്നെ നമ്മളെ പദ്ധതി മുഴുവൻ പാളൂല്ലേ? പിന്നെ തറവാട് വീട് വിൽക്കുക. വിറ്റാ പിന്നെ അവരെവിടെ താമസിക്കുക? വീട് വിറ്റില്ലേ നമ്മളെ കടം വീട്ടാൻ പറ്റുവാ? അതൊക്കെ ശരിയാ. എന്നാലും ഒരെന്നാലും ഇല്ല. ഈ കല്യാണം നടക്കാൻ പാടില്ല, അത്ര തന്നെ. അതിനെന്നാ വേണ്ടെന്നല്ലോ എനിക്കറിയാം. നീയേ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. നീ തൽക്കാലം ഫോൺ വെക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ഓടി വന്ന അലാവുദ്ദീൻ ഭൂതത്തെ കണ്ടു. നീ ആരാണ്? അപ്പം ഭൂതം പറഞ്ഞു, ഞാനാണ് വിളക്കിൻ്റെ അടിമ. എന്ത് ആജ്ഞാപിച്ചാലും ഞാൻ ചെയ്തു തരും. അങ്ങനെയെങ്കിൽ ഒരു മനോഹരമായ വീട് നമുക്ക് തരിക. പറഞ്ഞു തീർന്നതും കൊട്ടാരം പോലത്തെ ഒരു വീട് അവരുടെ പഴയ വീടിന് പകരം അവിടെ വന്നു. ഓ, അപ്പൊ ഇതല്ലേ വിളക്കിന്റെ രഹസ്യം? എന്നാ മോനെ ഇന്ന് ഉറങ്ങിക്കോ. കഥ ഞാൻ ബാക്കി നാളെ പറഞ്ഞുതരാം. മാമ, അതേപോലത്തെ ഒരു വിളക്ക് നമുക്കും കിട്ടുവാ? എന്തിനാപ്പ ഇപ്പൊ ഒരു വിളക്ക് നിനക്ക്? അതിൽ അരച്ചിട്ട് ഭൂതത്തിന് വരുത്തണം. എന്നിട്ട് നമുക്ക് കൊറേ പൈസ തരാൻ പറയണം. എന്നിട്ടോ? ഉപ്പാക്ക് കൊടുക്കണം. ഉപ്പ ഇപ്പൊ ദുബായി പോയത് പൈസ ഉണ്ടാക്കാല്ലേ. എന്നിട്ട് ഉപ്പാനോട് പറയണോ ഇവിടെ തന്നെ നിന്നാതി, ഇനി ഉപ്പയോടും പോണ്ട. അത് നല്ല ഐഡിയ ആണല്ലോ. ഉപ്പ എന്തിനപ്പോ ഇവിടെ നിക്കുന്നത്? എന്റെ കൂടെ കളിക്കാന്. ഈ മാമനൊന്നും അറിയില്ല. അല്ല, മാമൻ എന്നെ കല്യാണം കഴിക്കാത്ത? സമയം കിട്ടിയിട്ടില്ല മോനെ. നമുക്ക് ഇപ്പൊ കല്യാണം കഴിച്ചാലോ? ഇപ്പഴാ? ഇപ്പൊ സമയമില്ലേ? നിങ്ങൾ എന്നോട് ചൂടായിട്ട് ഒന്ന് ഇറപ്പിക്ക വേണ്ടേ? നിങ്ങളെ വർത്താനം കേട്ടാ തോന്നുമല്ലോ ഞാനാ ഈ കല്യാണം നടത്തുന്നതെന്ന്. ജമീല, ആ വീട് വിറ്റ് കിട്ടുന്ന പൈസ അവസാന പിടിവള്ളിയ. അതില്ലാണ്ടായി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കമ്പനിയിൽ എത്ര പൈസ അടക്കാനുള്ളത് എനിക്കറിയാം. അതിനിപ്പം ഞാനെന്ന് ചെയ്യണ്ടേ? നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ കമ്പനിയിലെ പൈസ എടുത്ത് കളിക്കറ്. ഇനിയിപ്പം അങ്ങോട്ട് അനുഭവിക്ക്, അല്ലാണ്ട് വേറെ ഞാൻ പറയണ്ടേ? ജയിലിൽ പോകേണ്ടി വരും. പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല മോളെ. എൻ്റെ തല പെരുക്കുന്ന ഇതെല്ലാം കേട്ടിട്ട്. അളിയൻ കല്യാണോ കളവാനോ എന്തോ കഴിക്കട്ടെ, ആ വീട് വിൽക്കണം, നമുക്ക് കുറച്ച് പൈസ കിട്ടണം, അത്രയേ ഉള്ളൂ. നമ്മുടെ കാര്യം നൈസായിട്ടൊന്ന് അവതരിപ്പിക്കുക, അളിയൻ കേൾക്കൂ. ആ വീട് വിറ്റാ പിന്നെ പുതുപ്പെണ്ണിനെയും കൊണ്ട് ഇക്കാക്ക് എങ്ങോട്ടാ പോവുക? അതിങ്ങൾ പറ. അല്ലേ പിന്നെ ഒരു 50 ലക്ഷം റുപ്യ തരാൻ പറ. അതെങ്ങനെയാ ഞാൻ ചോദിക്കുക?
എത്ര ലക്ഷം ഇതുവരെ തന്നേന്ന് നിങ്ങൾക്ക് വല്ല കണക്കുണ്ടാ? ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്നും പറഞ്ഞു ഞാനൊരു 50,000 ഉറുപ്പ്യ വാങ്ങി തന്നിട്ടില്ലേ, അത് ഇതുവരെ തിരിച്ചു കൊടുത്താ? എനിക്ക് കുറച്ച് ഉളുപ്പുണ്ട് ചോദിക്കാൻ, ഞാൻ ചോദിക്കൂല. ആ എന്നാ എല്ലാവർക്കും കൂടി വല്ല വിഷമം വാങ്ങി തിന്ന, അതാ നല്ലത്. റഫീഖ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ല. മരിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഇത്രയും പാടുപെട്ടിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. പിന്നെ എന്താ ചെയ്യാ? വീടിൻ്റെ കാര്യം ഞാൻ സംസാരിക്കാം, സമ്മതിക്കാനൊന്നും വഴിയില്ല. ഇല്ലെങ്കിൽ അറ്റ കൈ നോക്കേണ്ടി വരും. നിങ്ങൾ ആ മണിയൻ്റെ നമ്പർ ഒന്ന് അയച്ചു. ഏത് മണിയൻ്റെ? ആ തട്ടാ മണിയൻ്റെ. അതെല്ലാം പ്രശ്നമാവേ, ജോലി വരെ പിടിക്കപ്പെട്ടു, പിന്നെയല്ലേ നീ. പിടിക്കപ്പെടൂന്നല്ല എനിക്കറിയാം. അതിനു മുമ്പ് ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽഡ് ആവണം. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതുവരെ പിടിക്കപ്പെടാണ്ട് ഞാൻ നോക്കിക്കോളാം. ആ ബല്ലിക്ക, നിങ്ങൾ നെയ്ന്ന് അളിയൻ പോയതിന്റെ ശേഷം ഇതൊന്നും ആരും കഴിയിട്ടില്ലേ? ഇല്ല. അല്ല, ഇന്ന് ആ സുബൈർ വരും പറഞ്ഞേനു. ഏത് സുബൈർ? നമ്മളെ ബ്രോക്കർ സുബൈർ ഇല്ലേ, അവൻ്റെ അടുത്ത് നല്ല പാർട്ടി ഉണ്ടല്ലോ, തറവാട് നോക്കാൻ. വീട് ഇപ്പം വിറ്റാൽ എങ്ങനെയാ? ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്ക് താമസിക്കണ്ട അവിടെ. ഞാൻ പറഞ്ഞു പോയി അവനോട് വരാൻ. അത് സാരമില്ല, വിളിച്ചു പറഞ്ഞാ പോരെ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ബല്ലിക്കാക്ക് കാപ്പിയിൽ മധുരം എടുത്തേ. ഇക്ക വന്നിട്ടുണ്ടല്ലേ? ബാങ്ക് ചെക്ക് വന്നിട്ടുണ്ട്. ഓ ചെക്കാ? ചെക്കിനെ അപേക്ഷിച്ചിരുന്നു, ചെക്ക് തീർന്നു പോയിരുന്നു. ശരി. തിരിച്ചു വന്നേ? ഇനി തിരിച്ചു വന്നില്ല, ഇവിടെ തന്നെ കാണും. തന്നെ ഉണ്ടാവല്ലേ? എന്നാ പിന്നെ നമുക്ക് ആ ക്ലബ് ഒന്ന് ഉഷാറാക്കിയാലോ? ശരി. മോനെ, നീ ഒന്ന് പെണ്ണെടുത്തിട്ട് പോകാം. ബല്ലിക്ക, ഇന്ന് കാപ്പി ചൂടുണ്ടേ? അവിടെ വെച്ചോളൂ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. ഇതെന്നാ? അത് ഞാൻ പറയാൻ മറന്നു. പെണ്ണ്, അത് ഞാൻ പറയാൻ മറന്നു, ചെക്കാണ്. ഇപ്പോൾ പുതിയ ബന്ധങ്ങളൊക്കെ വരുന്നതല്ലേ, നിങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടാവും. അങ്ങനെ വേണ്ട, ഞാൻ 3 ചെക്കിൽ ഇപ്പോൾ ഒപ്പിടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എഴുതിയെടുത്തോളൂ. കുട്ടികളൊക്കെ വലുതായി വരികയല്ലേ, ജുമാനൊക്കെ ഉള്ളത് ഞാൻ വേറെ കൊടുത്തോളാം. കാപ്പി പറഞ്ഞല്ലോ. അയ്യോ അത് സാരമില്ല മോനെ, ഞാനിപ്പോൾ കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് മന്ത്രവാദിക്ക് 1 ഗ്ലാസ് പാല് കൊടുക്കുന്നത് പതിവായിരുന്നു. പതിവ് പോലെ കൊടുത്ത പാലില് അന്ന് അലാവുദ്ദീൻ കൊടുത്ത പൊടി ചേർത്താണ് കൊടുത്തത്. അങ്ങനെ മന്ത്രവാദി ദീർഘനിദ്രയിലായി. പെട്ടെന്ന് തന്നെ മാന്ത്രികൾക്ക് അലാവുദ്ദീൻ കൈവശപ്പെടുത്തി. വിഷം കലർത്തിട്ട് മന്ത്രവാദിനെ കൊന്ന അത് മാന്ത്രികൾക്ക് വീണ്ടെടുക്കാൻ. അത് പാവല്ലേ മാമ?